ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂസിൽ നമ്മൾ ഫസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ UPSC പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് ഈ പാരീസ് അഗ്രിമെൻറ്റും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഓക്കെ, അത് ആ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ്, അന്നത്തെ വർഷത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് UPSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പം ഈ ന്യൂസ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ഡ്രാഫ്റ്റ് കോൾസ് ഫോർ ഫേസിങ് ഔട്ട് ഫോസിൽ ഫ്യൂൾസ്. ഓക്കെ, അത് COP23 UAE നടക്കുന്ന COP23 അല്ല 28 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് നമ്മൾ നേരത്തെ DNA നമ്മൾ എന്താണെന്ന് നോക്കിയിരുന്നു. എന്നാലും ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് റിവ്യൂ മെക്കാനിസം ആണ്. അത് പാരീസ് അഗ്രിമെൻറ്റ് 2015 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ആയിട്ട് വന്നൊരു മെക്കാനിസമാണ്. ഓക്കെ, അതിൻ്റെ ഡ്രാഫ്റ്റിൽ അവർ ഫോസിൽ ഫ്യൂവലിനെ ഫേസ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ന്യൂസിൽ നമുക്ക് പ്രീവിയസ് പ്രിലിംസ് ക്വസ്റ്റ്യൻ, UPSC പ്രിലിംസ് ക്വസ്റ്റ്യനിൽ പാരീസ് അഗ്രിമെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റൻഡഡ് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ചോദിച്ചിരിക്കുന്നത് 2016 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2015 പാരീസ് അഗ്രിമെൻറ്റ് വന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് COP28 വരുന്നുണ്ട് UAE. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ന്യൂസുമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് റിപ്പോർട്ട് എന്താണെന്ന് നമ്മളൊന്നുകൂടെ നോക്കും. അതുപോലെ തന്നെ പാരീസ് അഗ്രിമെൻറ്റ്, കയോട്ടോ പ്രോട്ടോക്കോള്, ആ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എന്താ? ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എന്ന് പറയുന്നത് പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 14 പ്രകാരം ഉള്ളൊരു പീരിയോഡിക് റിവ്യൂ മെക്കാനിസമാണ്. അപ്പോൾ ഇത് ബേസിക്കലി കൺട്രീസ് അവരുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടുള്ള അവരുടെ എയിംസ് അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. ഓക്കെ, ഈ റിവ്യൂ മെക്കാനിസം എവറി 5 years നടക്കുന്ന ഒരു മെക്കാനിസമാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക് ടേക്ക് നടക്കാൻ പോകുന്നത് COP28 UAE നടക്കുന്ന COP28 ഈ വർഷം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഗോൾസ് എന്ന് പറയുന്നത് ടു ഇവാലുവേറ്റ് ഇൻഡിവിജ്വൽ കൺട്രീസ് എഫേർട്ട് ടു റെഡ്യൂസ് ഇമിഷൻസ് ആൻഡ് ട്രാൻസിഷൻ ടു റിന്യൂവബിൾ എനർജിയാണ്. അതായത് ക്ലൈമറ്റ് അംബീഷൻസിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോർ ഫങ്ഷൻസ് എന്താണ്? കോർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പാരീസ് അഗ്രിമെൻറ്റിൻ്റെ എയിം എന്താണ്? നമുക്ക് <2°C അല്ലെങ്കിൽ 1.5°C ഗ്ലോബൽ ടെമ്പറേച്ചറിനെ എത്തിക്കുക എന്നുള്ളതാണ് പാരീസ് അഗ്രിമെൻറ്റ് വൺ ഓഫ് ദ എയിംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് എമിഷൻസ് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ എമിഷൻസിനെ കുറയ്ക്കുക. അപ്പം ആ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് പ്രോപ്പറായിട്ടാണ് ഓരോ കൺട്രീസ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈ ക്ലൈമറ്റ് ഗോൾസിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസമായിട്ടാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ വാരിയസ് ചാലഞ്ചസ് ഇൻ ബ്രിഡ്ജിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ കറണ്ട് ട്രജക്ടറീസ് ആൻഡ് പാരീസ് ഗോൾസ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കീ ഫൈൻഡിങ്സ് എന്താണ്? നമുക്കറിയാം, ഇപ്പം നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഓരോ കൺട്രീസും വെക്കുന്നത് അവരുടെ ഒരു ഈസിനെസ് നോക്കിയിട്ടാണ് അവർ വെക്കുന്നത്. അപ്പോൾ ആ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് റിപ്പോർട്ടിൽ അവർ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് NDCs ഈ പാരീസ് അഗ്രിമെൻറ്റിലെ ക്ലൈമറ്റ് ഗോൾസുമായിട്ട് മീറ്റ് ചെയ്യുന്നതിൽ ലാർജ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് അവർ കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം മോസ്റ്റ് കൺട്രീസ് ശരിക്കും G20 മെമ്പേഴ്സ് എസ്പെഷ്യലി അവർ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യണം അവരുടെ 2030 ടാർഗറ്റ്സ്. എന്നാലേ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് നമുക്ക് 1.5 എത്തിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കറിയാം ഡെവലപ്പിംഗ് നേഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്ഡ് നേഷൻസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൺട്രീസും നമ്മൾ പറയുമ്പോൾ ഈ രണ്ട് കാറ്റഗറി ഓഫ് കൺട്രീസിൽ ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്നത് അവർ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്തത് എങ്ങനെയാണ്? അവരാണ് ആദ്യമേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരു ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ ബ്രിട്ടനൊക്കെ കോളും അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചാണ് അവർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടുവന്നത്. അപ്പം അവർ ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് ഹ്യൂജ് എമൗണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസ് ഈ അവരുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മൾ താത്തിയിട്ട് നമ്മൾ റിന്യൂവബിളിലോട്ടൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമുക്കത് ഫൈനാൻഷ്യലി ഫിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം COP15 നമുക്ക് ഇതുണ്ടായിരുന്നു. അതായത് ഏകദേശം $100 billion ഡെവലപ്ഡ് നേഷൻസ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കണം. അതായത് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എൻഹാൻസ്ഡ് ഫൈനാൻഷ്യൽ ടെക്നോളജിക്കൽ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് സപ്പോർട്ട് ഫോർ ഡെവലപ്പിംഗ് നേഷൻസ്. ഓക്കെ, അപ്പം ആ കാര്യങ്ങൾ അവർ തീരുമാനിച്ചു, ആ കാര്യങ്ങൾ അവർ റെക്കമെൻഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഈ ഗ്യാപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും
ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് ഉണ്ടായത്? അപ്പം അതായത് ഈ G20 ലീഡേഴ്സ് ഡിക്ലെയർ ചെയ്തു, അതായത് എന്താണ്, ഫോർമലി റെക്കഗ്നൈസ്ഡ് സബ്സ്റ്റാൻഷ്യൽ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഫോർ ട്രാൻസിഷനിങ് ടു റിന്യൂവബിൾ എനർജി. അതായത് അവരെന്താണ് അതിനകത്ത് നോട്ട് ചെയ്തത്? അത് നോട്ട് ചെയ്തേക്കുന്നത് ഏകദേശം 5.8 to 5.9 ട്രില്യൺ ഈ 2030 മുമ്പ് ഡെവലപ്പിംഗ് കൺട്രീസ് ജനറേറ്റ് ചെയ്യണം ഈ റിന്യൂവബിൾ എനർജിയിലോട്ട്. ഓക്കെ, അതുപോലെ തന്നെ 4 ട്രില്യൺ പെർ ഇയർ ഫോർ ക്ലീൻ എനർജി ടെക്നോളജീസ് ബൈ 2030 ടു അച്ചീവ് നെറ്റ് സീറോ എമിഷൻസ് ബൈ 2050 എന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചു. ഓക്കെ, അതാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് റിപ്പോർട്ടും അവരുടെ ഫങ്ഷൻസും അവരുടെ ഫൈൻഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ സ്റ്റോക്ക് ടേക്ക് റിപ്പോർട്ട് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഈ പാരീസ് അഗ്രിമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മെക്കാനിസമാണിത്. അവരെന്താണ് ചെയ്യുന്നത്, എത്ര പീരീഡിനുള്ളിലാണ് ഇവർ റിപ്പോർട്ട് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ 5 year പീരീഡിലാണ് അവർ കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഈ കൊയോട്ടോ പ്രോട്ടോക്കോൾ എന്താണ്? അപ്പോൾ കൊയോട്ടോ പ്രോട്ടോക്കോൾ ആണ് ശരിക്കും ഈ പാരീസ് അഗ്രിമെൻറ്റിന് മുമ്പേ വന്നൊരു പ്രോട്ടോക്കോൾ. അത് ലീഗലി ബൈൻഡിങ് ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റ് ലിങ്ക് ടു UNFCCC വിത്ത് ലീഗലി ബൈൻഡിങ് എമിഷൻ ടാർഗറ്റ്സ് ആണ്. ഓക്കെ, അത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഇതാണ്, പ്രോട്ടോക്കോൾ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അത് 1997 കൊയോട്ടോയിലാണ് ഇത് അഡോപ്റ്റ് ചെയ്തത്. അത് എൻറ്റേർഡ് ഇൻ ഫോഴ്സ് ഓൺ 2005 ആണ്. ഇപ്പോൾ റെക്കഗ്നൈസ് ഡെവലപ്ഡ് കൺട്രീസ് ഗ്രേറ്റർ ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി ഫോർ എമിഷൻസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഹിസ്റ്റോറിക്കലി ഡെവലപ്ഡ് നേഷൻസ് അവർ ഡെവലപ്പ് ആയത് ലാർജ് എമൗണ്ട് ഓഫ് എമിഷൻസ് കൊണ്ടുവന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് കൊയോട്ടോ പ്രോട്ടോക്കോൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ഡീറ്റെയിൽഡ് റൂൾസ് അഡോപ്റ്റഡ് ഇൻ 2001 മരാക്കാഷ് അക്കോർഡ്സ്. അതിൽ ഫേസ് 1 എന്ന് പറയുന്നത് ടാർഗറ്റ്സ് 5% എമിഷൻ കട്ട് ബൈ ഡെവലപ്ഡ് നേഷൻസ് ആണ്. പിന്നെ 2013 മുതൽ 2020 വരെ അറ്റ്ലീസ്റ്റ് 18% എമിഷൻസ് കട്ട് ചെയ്യാനായിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പാരീസ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അഗ്രിമെൻ്റ് ആണ്. കൊയോട്ടോ പ്രോട്ടോക്കോളിന് ശേഷം വരുന്ന 2015 അഡോപ്റ്റ് ചെയ്യുന്ന ഒരു അഗ്രിമെൻ്റ് ആണ്. ഇത് ലീഗലി ബൈൻഡിങ് എമിഷൻ ടാർഗറ്റ്സ് അതായത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഇത് തന്നെയാണ്. പിന്നെ ഇതിൽ വോളണ്ടറി പ്ലഡ്ജസ് ആണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഗ്ലോബൽ ടെമ്പറേച്ചറിനെ 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഏകദേശം 1.5 ഡിഗ്രി സെൽഷ്യസിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ്. ഇവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അതായത് കൺട്രീസ് വോളണ്ടറി അവരൊരു നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരണം. അവർ എത്രത്തോളം എമിഷൻസ് ഇവർ കുറയ്ക്കും എന്നുള്ളൊരു കാര്യം അവർ കൊണ്ടുവരണം. പിന്നെ ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഫോക്കസസ് ഓൺ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ആൻഡ് ഫൈനാൻസ് ഫോർ വൾണറബിൾ നേഷൻസ്. അതായത് നമുക്കറിയാം ഈ ഐലൻഡ് നേഷൻസ് ഉണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന നേഷൻസ് എന്ന് പറയുന്നത് സ്മോൾ ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണല്ലേ. അപ്പോൾ അവർക്ക് ഉള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ഇവർ പാരീസ് അഗ്രിമെൻറ്റിൽ അവർ പറയുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് റിപ്പോർട്ട് നമ്മൾ പറഞ്ഞ കാര്യം അത് ഇതിനകത്താണ് വരുന്നത്. ഇപ്പോൾ ഈ രണ്ടിനകത്തും ഇന്ത്യയുടെ റോൾ എന്താണ്? ഇന്ത്യ ഹാഡ് നോ ബൈൻഡിങ് ടാർഗറ്റ്സ് അണ്ടർ കൊയോട്ടോ ആസ് എ ഡെവലപ്പിംഗ് കൺട്രി. പിന്നെ ഇന്ത്യ ഹാസ് സബ്മിറ്റഡ് അംബീഷ്യസ് NDCs അണ്ടർ പാരീസ് അക്കോർഡ് പ്രകാരം നമ്മൾ NDCs നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മിറ്റഡ് ടു റെഡ്യൂസ് എമിഷൻസ് ഇൻറ്റൻസിറ്റി ഓഫ് GDP ബൈ 33 to 35% ബൈ 2030. ഓക്കെ, പിന്നെ നമ്മൾ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടു 175 GW ബൈ 2022 ആൻഡ് ലേറ്റർ ടു 450 GW. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടെ ഗ്ലാസ്ഗോയിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റീഅഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ന്യൂസും എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് നെക്സ്റ്റ് ന്യൂസ് പറയുന്നത്. അപ്പം ഇതിങ്ങനെ ആയിരുന്നു, നമ്മുടെ ഗ്ലേഷ്യേഴ്സ് നല്ല രീതിയിൽ സ്ട്രിങ്ക് ആയിട്ടുണ്ട് എന്നാണ് നമ്മുടെ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ പ്രകാരം ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതായത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്: ദ വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ റിലീസ്ഡ് ഇറ്റ്സ് റിപ്പോർട്ട് ദ ഗ്ലോബൽ ക്ലൈമറ്റ് 2011 to 2022 ദിസ് വീക്ക്. അപ്പം ഈ നമുക്ക് ചോദിക്കാം, ഗ്ലോബൽ ക്ലൈമറ്റ് 2011 to 2022 ആരാ റിലീസ് ചെയ്യുന്നത്? വേൾഡ് മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു പാസ്റ്റ് ഡെക്കേഡിൽ അത് ഏറ്റവും വാമസ്റ്റ് ഡെക്കേഡാണെന്നാണ് അവർ പറയുന്നത്, ലീഡിങ് ടു റൈസിങ് സീ ലെവൽസ് ആൻഡ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. അതായത് ഇറ്റ്സ് സോ ദ ലോവസ്റ്റ് നമ്പർ ഡെത്ത്സ് ഫ്രം സച്ച് ഇവൻറ്റ്സ് കമ്പയർഡ് ടു പ്രീവിയസ് ഡെക്കേഡ്സ്. ഓക്കെ എന്നാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പം ഈ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 2011 to 2020 വാമസ്റ്റ് ഡെക്കേഡ് എന്നാണ് അവർ പറഞ്ഞത്.
പിന്നെ ഫസ്റ്റ് ഡെക്കേഡ് സിൻസ് 1950 വിതൗട്ട് എ സിംഗിൾ ക്ലൈമറ്റ് ഇവൻറ്റ് കോസിങ് ഓവർ 1000 ഡെത്ത്സ്. അതൊരു ഫൈൻഡിങ് ആണ്. അട്രിബ്യൂട്ടഡ് ടു ബെറ്റർ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ആൻഡ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത്. പിന്നെ നോട്ടബിൾ ഇംപ്രൂവ്മെൻറ്റ്സ് സീൻ ഇൻ ഇന്ത്യ സൈക്ലോൺ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഇവാക്യുവേഷൻസ്. പിന്നെ റേറ്റ് ഓഫ് ഗ്ലേഷ്യർ തിന്നിങ് ഡബിൾ കമ്പയർഡ് ടു 2001 to 2010. അപ്പോൾ പാസ്റ്റ് ഡെക്കേഡിനെക്കാട്ടിലും ഗ്ലേസർ തിന്നിങ് ഡബിൾ ചെയ്തിട്ടുണ്ട്. ഗ്ലേസർ മെൽറ്റ് ചെയ്യുന്നത് ഡബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻലാൻഡ് ആൻഡ് അന്റാർട്ടിക് ഐസ് ഷീറ്റ്സ് ഏകദേശം 40% വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് റിസ്ക് ഫ്രം എന്താണ് ഹീറ്റ് വേവ്സും ഫ്ലഡ്സും അങ്ങനത്തെ കാര്യങ്ങളും കൂടിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ റിപ്പോർട്ട് നമ്മുടെ ആൻസേഴ്സിൽ കോട്ട് ചെയ്യാം. അതായത് ഈ വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ ക്ലൈമറ്റ് 2011 to 2020 എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഡേറ്റാസൊക്കെ നമ്മുടെ ആൻസേഴ്സിൽ എഴുതാം. ഓക്കെ, അപ്പം ഈ റിപ്പോർട്ട് പ്രകാരം ഈ ഡെക്കേഡായിരുന്നു വാമസ്റ്റ് ഡെക്കേഡ് എവർ റെക്കോർഡഡ് ഗ്ലോബലി. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഡെക്കേഡ് സിൻസ് 1950, അതായത് ഒരു സിംഗിൾ ക്ലൈമറ്റ് ഇവൻറ്റ് പ്രകാരം 10,000 ഡെത്ത്സ് മുകളിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ഡെക്കേഡായിരുന്നു ഇത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡേറ്റാ സെറ്റ്സ്, ഈ പറഞ്ഞേക്കുന്ന ഡേറ്റാ സെറ്റ്സ് നമുക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കീ പ്രോബ്ലംസ് എന്താണ്? അപ്പോൾ ഗ്യാപ്സ് ഇൻ ഏർലി വാർണിംഗ് സിസ്റ്റംസ്, അതായത് മെനി കൺട്രീസിലും ഏർലി വാർണിംഗ് സിസ്റ്റംസ് പ്രോപ്പറായിട്ടില്ല. പിന്നെ വാസ്റ്റ് ഷോർട്ട് ഫോൾസ് ഇൻ അഡാപ്റ്റേഷൻ ഫൈനാൻസിങ്, അതായത് ഡെവലപ്പിംഗ് നേഷൻസിൽ ഫൈനാൻസിങ് നീഡ്സ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കറണ്ട് എമിഷൻ റിഡക്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂസിൽ പോലെ പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള റിഡക്ഷൻസ് ഒന്നും നമ്മളിതുവരെ എത്തിയിട്ടില്ല. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ക്ലൈമറ്റ് ഫൈനാൻസിങ് ഗ്യാപ്പ് ഉണ്ട് ഫണ്ടില്ലാത്തതും. ഇത് നമ്മൾ നേരത്തെ ന്യൂസിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്? ഈ എല്ലാ റീജിയൻസിലോട്ടും ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ മൊബിലൈസ് അബൌട്ട് 70 ബില്യൺ ആനുവലി ടു ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഇൻ പുവർ നേഷൻസ്. ആക്സലറേറ്റ് എമിഷൻസ് കട്ട് ടു കീപ്പ് ഈ 1.5 ഈ പാരീസ് അഗ്രിമെൻറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് എമിഷൻ കട്ടുകൾ ആക്സലറേറ്റ് ചെയ്യുക. പിന്നെ ഡെവലപ്ഡ് നേഷൻസ് മസ്റ്റ് ഡെലിവർ 100 ബില്യൺ പെർ ഇയർ. നമ്മുടെ COP15 പ്രകാരമുള്ള 100 ബില്യൺ പെർ ഇയർ എന്ന് പറയുന്ന ആ ക്ലൈമറ്റ് കമ്മിറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ റിന്യൂവബിൾ എനർജി ട്രാൻസിഷൻസിലോട്ട് നല്ല രീതിയിൽ സ്പീഡപ്പ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം വർക്ക്സ് എന്നാണ്. അപ്പം ഇത് നമ്മുടെ എഡിറ്റോറിയലൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു പേജിലുണ്ടായിരുന്ന ന്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ GPS എന്താണ് എന്ന് നമ്മൾ പഠിക്കും, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഈ GPSന് ഇന്ത്യയുടെ ഉത്തരം എന്താണ്, ഇന്ത്യയുടെ GPS എന്താണ് എന്ന് നമ്മൾ പഠിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ GPS പോലെ തന്നെ ബാക്കി സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസോ സിസ്റ്റംസൊക്കെ എന്താണ് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS എന്താണ്? ഇത് ഡെവലപ്പ് ചെയ്തത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് 1973 ഡേറ്റ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. US-ൻ്റെ ആണ് ഈ GPS എന്ന് അറിഞ്ഞിരിക്കുക. ഇത് 24 സാറ്റലൈറ്റ്സ് ആണ് ഇത് കംപ്രൈസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത് 20,200 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് പ്രിസൈസ് ലൊക്കേഷൻ ആൻഡ് ടൈമിംഗ് ഡേറ്റയാണ് യൂസേഴ്സിന് വേൾഡ് വൈഡ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ബ്രീഫായിട്ട് GPS US-ൻ്റെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ GPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അറ്റോമിക് ക്ലോക്ക്സ് ഉണ്ട്. ആ ക്ലോക്ക് വഴി പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ലൊക്കേഷൻ സിഗ്നൽസ് അവർ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ സിഗ്നൽസ് കണ്ടെയ്ൻ ഡേറ്റ ഓൺ സാറ്റലൈറ്റ് പൊസിഷൻ, ടൈം ഓഫ് ട്രാൻസ്മിഷൻ, സ്റ്റാറ്റസ്, അങ്ങനത്തെ കാര്യങ്ങൾ അതിനകത്ത് കൊടുക്കും. പിന്നെ ഈ 4+ സാറ്റലൈറ്റ് സിഗ്നൽസ് വെച്ചാണ് അവർ 3D പൊസിഷൻ ആൻഡ് ടൈം ഓഫ്സെറ്റുകൾ അവർ കണ്ടുപിടിക്കുന്നത്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതായത് ഈ അറ്റോമിക് ക്ലോക്സിൻ്റെ യൂസാണ് അത് യൂസ് ചെയ്തിട്ടാണ് GPS ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആൻഡ് യൂസേജ് എന്താ? ഈ GPS ആക്ച്വലി നമ്മൾ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഓഫ് US ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അത് ആക്ച്വലി അപ്പോൾ നമുക്കറിയത് ഒറിജിനലി മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇൻറ്റൻറ്റ് ചെയ്തൊരു ഡിവൈസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെന്ത് ചെയ്തു? സിവിലിയൻ സെക്ടേഴ്സിലോട്ട്, എസ്പെഷ്യലി ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, അഗ്രികൾച്ചറിലോട്ട് അത് എക്സ്പാൻഡ് ചെയ്തു. അപ്പം ഇത് മൊബൈൽ ഫോൺ നെറ്റ്വർക്ക്സിനും ബാങ്കിങ്ങിനും പവർ ഗ്രിഡ്സിനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ലേറ്റർ ഓൺ മീറ്ററോളജി, സീസ്മോളജി അങ്ങനെയുള്ള സയൻറ്റിഫിക് ആപ്ലിക്കേഷൻസിലോട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഈ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 10 ബില്യൺ യൂണിറ്റ് മാർക്കറ്റിലോട്ട് എത്താൻ പറ്റുന്ന, അതായത് 2031 എത്തുന്ന അത്ര മാർക്കറ്റ് ക്യാപ്പിലോട്ട് എത്തുന്ന, ഡിവൈസ് മാർക്കറ്റിലോട്ട് എത്തുന്ന പൊട്ടൻഷ്യൽ ഒരു സെക്ടറാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക.
ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൂഗിൾ മാപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ സിസ്റ്റം ആക്സസ് ചെയ്യുമ്പോൾ ഈ GPS എന്ന് പറയുന്ന സിസ്റ്റം ശരിക്കും ഒരു പേയ്മെൻറ്റ് മെത്തേഡിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതൊരു പേയ്മെൻറ്റ് മെക്കാനിസം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒരു നാവിഗേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് ഇതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അത് ഇപ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. നാവിക് എന്ന് പറയുന്ന സിസ്റ്റം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തു. നമ്മൾ ലേറ്റർ ഓൺ നമ്മുടെ ഡിഫൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് US-ൻ്റെ GPS-ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ GPS പോലെ തന്നെ ബാക്കി കൺട്രീസിനുള്ള ഗ്ലോബൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം നമുക്ക് ഈ പ്രാവശ്യത്തെ എഡിറ്റോറിയലെല്ലാം ഈ എഡിറ്റോറിയൽ അത് പറഞ്ഞിട്ടുണ്ട്. എഡിറ്റോറിയൽ ഈ ആർട്ടിക്കിളിൽ ആ നെയിംസ് മെൻഷൻഡ് ആണ്. അപ്പോൾ UPSCക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ GLONASS ഗ്ലോനാസ് എന്ന് പറയുന്നത് റഷ്യയുടെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. അതും 24 സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഗലീലിയോ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. അതിൽ 26 സാറ്റലൈറ്റ്സ് ആണ് വരുന്നത്. 𝗏𝗶𝗶 എന്ന് പറയുന്നത് ചൈനയുടെ നാവിഗേഷൻ സിസ്റ്റമാണ്. അത് ഏഷ്യ പസഫിക് കവറേജ് ആണ് അതിന് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഒരു ഗ്ലോബൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം കാറ്റഗറിയിൽ വരുന്ന 3 സാറ്റലൈറ്റ് സിസ്റ്റംസ്. അതുപോലെ തന്നെ റീജിയണൽ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നാവിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ റീജിയണൽ സിസ്റ്റമാണ്. അത് നമ്മൾ ഈയിടയ്ക്ക് മോസ്റ്റ് റീസെൻ്റ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ 𝗗𝗲𝗶𝗆 എന്ന് പറയുന്നത് ജപ്പാൻ്റെ ക്വാസി സെനിത്ത് നെറ്റ്വർക്ക് ഓഫ് 4 സാറ്റലൈറ്റ്സ് ആണ്. പിന്നെ KPS എന്ന് പറയുന്നത് സൗത്ത് കൊറിയൻ സിസ്റ്റം എയിംഡ് അറ്റ് നാഷണൽ കവറേജ് ആണ്. IRNSS എന്ന് പറയുന്നത് UK-യുടെ ഇൻഡിപെൻഡൻറ്റ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഓക്കെ, അത് അണ്ടർ ഡെവലപ്മെൻറ്റും കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ നെയിംസ് എല്ലാം ഓരോരോ കൺട്രിയുമായിട്ട് റിലേറ്റഡ് ആണ്, അതും കൂടി ഓർത്തിരിക്കുക. നമുക്ക് പ്രിലിംസിലൊക്കെ ചോദ്യം വരാം. അപ്പോൾ ഈ നാവിക് എന്താണ്? നാവിക് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഓക്കെ, അതിൽ 7 ഓപ്പറേഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിൽ 3 ജിയോ സ്റ്റേഷനറിയിലാണ്, 4 ജിയോ സിങ്ക്രണസ് ഓർബിറ്റ്സിലും ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ജിയോ സ്റ്റേഷനറിയും ജിയോ സിഗ്നൽസും ഒക്കെ നമ്മൾ സയൻസ് ആൻഡ് ടെക് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഹോംവർക്കായിട്ട് എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക. പിന്നെ ഫസ്റ്റ് സാറ്റലൈറ്റ് IRNS 1A അത് 2013 ലോഞ്ച് ആയത്. ഇത് നാവിക് 2016 റീനെയിം ചെയ്തു ആഫ്റ്റർ 7th സാറ്റലൈറ്റ് ലോഞ്ച്. ഓക്കെ, ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ഇത് ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യൻ ഓഷ്യൻ നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ നാവിഗേഷന് വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് റിയൽ ടൈം പൊസിഷനിങ് ആൻഡ് ടൈമിംഗ് സർവീസസ്, വർക്ക്സ് വിത്ത് അറ്റോമിക് ക്ലോക്സ് ഫോർ പ്രിസിഷൻ ടൈമിംഗ്, ഡെഡിക്കേറ്റഡ് മെസ്സേജിംഗ് സിസ്റ്റം ഫോർ അലേർട്ട് യൂസേഴ്സ്. അതായത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കാറ്റഗറിയിൽ അലേർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം നാവിക് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നും കൂടി ഓർത്തിരിക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്? ടെറസ്ട്രിയൽ, ഏരിയൽ ആൻഡ് മെറൈൻ നാവിഗേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വെഹിക്കിൾ ട്രാക്കിംഗ് ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, പിന്നെ മൊബൈൽ ഫോൺ ഇൻ്റഗ്രേഷൻ, ബാങ്കിങ്, പവർ ഗ്രിഡ്, ടൈമിംഗ് നീഡ്സ്, മാപ്പിംഗ് ആൻഡ് ജിയോഡറ്റിക് ഡേറ്റ. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നാവിക്. അപ്പം നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ കറൻ്റ്ലി ഒരു സൈക്ലോൺ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൈക്ലോണിൻ്റെ ഇവാക്വേഷൻ അലേർട്സ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അലേർട്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എസ്പെഷ്യലി ആ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ നാവിക് എന്ന് പറയുന്ന ആ കീവേഡ് അതിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഗഗൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഈ ഗഗൻ എന്താണ്? GPS എയ്ഡഡ് ജിയോ ഓഗ്മെൻറ്റഡ് നാവിഗേഷൻ, അല്ലെങ്കിൽ ഗഗൻ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം എന്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് GPS എന്നൊക്കെ കിട്ടുന്ന ഡേറ്റ ശരിക്കും അതൊരു ബ്ലർഡ് ഡേറ്റ എന്നല്ലേ നമുക്ക് പറയാം, അല്ലെങ്കിൽ അത്രയും പ്രിസൈസ് ആയിരിക്കത്തില്ല. അപ്പോൾ ഈ കിട്ടുന്ന ഡേറ്റേനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ സാറ്റലൈറ്റ് ബേസ്ഡ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ ഇസ്രോയും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും കൂടി ജോയിൻ്റ്ലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ് ഈ ഗഗൻ എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, സിസ്റ്റം ഈസ് എന്താണ് ബാക്കി SBAS പോലത്തെ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത ഒരു സിസ്റ്റം ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഗഗൻ സിഗ്നൽ ഇൻ സ്പേസ് SIS ഈസ് അവൈലബിൾ ത്രൂ GSAT-8 ആൻഡ് GSAT-10. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സർവീസസ് വിത്ത് ആക്യുറസി ആൻഡ് ഇൻറ്റഗ്രിറ്റി റിക്വയർഡ് ഫോർ സിവിൽ ഏവിയേഷൻ ആപ്ലിക്കേഷൻ. ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ എയർ സ്പേസിൻ്റെ മാനേജ്മെൻറ്റും എയർ ട്രാഫിക് കൺട്രോളിനും വേണ്ടിയിട്ടാണ് ഈ ഗഗൻ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഗഗനെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴേക്കും അത് ഇസ്രോയും എയർപോർട്ട് അതോറിറ്റിയും കൂടി കമ്പൈൻഡ് ആയിട്ട് നടത്തിയേക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാവിക് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. നാവിക് പോലെ അല്ലെങ്കിൽ GPS പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന
സാറ്റലൈറ്റ് സിസ്റ്റംസിനെ കുറിച്ച്, സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും നമ്മൾ ഇന്നത്തെ DNA പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ DNA പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഈ പ്രാവശ്യത്തെ ന്യൂസ് കുറച്ചുകൂടെ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് അനാലിസിസ് ആയിരുന്നു. സാധാരണ നമ്മൾ DNA നമ്മൾ മെയിൻസ് ആൻസർ വൈസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളൊരു എയിമിലാണ് ഇന്നത്തെ DNA അനാലിസിസ് നമ്മൾ പോയത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.